ഹായ്. സോ കഴിഞ്ഞ ആഴ്ച ഞാനൊരു എണ്ണക്കടികൾ കിട്ടുന്ന ഒരു കടയിലോട്ട് ഒരു ചേഞ്ച് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. സോ അങ്ങനെ ആ ഒരു വിശാല ഷോറൂം കണ്ട് ഞാൻ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ ഒരുപാട് കടികളോടെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഉള്ളിവട. ഉള്ളിവട എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് എനിക്കിത് കണ്ടിട്ട് കണ്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ അങ്ങനെ പുറത്തുനിന്ന് അധികം വാങ്ങിച്ച് കഴിക്കുന്ന ആളുമല്ല. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയതാണ്. കാരണം എന്ന് വെച്ചാൽ അഴുക്ക് ഓയിലായിരിക്കുമല്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു കൗതുകം കൊണ്ട് ഞാൻ കുറേ നാളത്തേക്ക് ശേഷം ഒന്ന് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു ഉള്ളിവട വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. കഴിച്ച സമയത്ത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് നന്നായിട്ട് തോന്നി കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ ചേഞ്ചും വാങ്ങിച്ച് പുറത്തിറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് വയറിന് പ്രശ്നം തുടങ്ങി കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പരിപാടിയാണെന്ന്. പക്ഷേ എനിക്ക് ഒരുപാട് പെയിൻ ഉണ്ടായില്ല. ജസ്റ്റ് ഒരു വയറിൻ്റെ ഒരു അസ്വസ്ഥതയും ചെറിയൊരു പെയിനും ഉണ്ടായി കേട്ടോ. സോ അന്നത്തോടു കൂടി എനിക്ക് മനസ്സിലായി സംഭവം ഇത് വാങ്ങിച്ച് കഴിക്കരുതെന്ന്. ഇത് പണ്ടും എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊന്നും വാങ്ങിച്ച് കഴിക്കാതിരിക്കുന്നത്. സോ എനിക്കിങ്ങനെ അനുഭവങ്ങളുണ്ടായി. നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാൻ നിൽക്കരുത്. ഞാൻ തന്നെ പുറത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടിയിലൊക്കെ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു എന്താ പറയുക കടകളിൽ ഒരു ലോഡ് ആൾക്കാരാണ് ഇങ്ങനെ നിന്ന് കഴിക്കുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങിച്ച് കഴിക്കുക. കാരണം അവിടുത്തെ ഓയിലൊക്കെ വളരെ എന്താ പറയുക അഴുക്ക ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ 1-2 ദിവസത്തേക്ക് ഓയിൽ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഇത് കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എന്താ പറയുക കോക്കനട്ട് ഓയിലാണല്ലോ നമ്മളെല്ലാവരും വീട്ടിൽ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ തന്നെ ഒരു ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക. അപ്പോൾ നമുക്ക് എന്ത് എണ്ണ പലഹാരങ്ങളും നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എണ്ണ പലഹാരം നമുക്ക് കഴിക്കാം. പക്ഷേ അത് ആവശ്യത്തിന് കഴിക്കുക. പക്ഷെ നമ്മൾ വീട്ടിൽ നല്ല കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടായി കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. സോ അപ്പോൾ എന്തായാലും കീപ് ദിസ് ഓൺ മൈൻഡ്. ടേക്ക് കെയർ. ബൈ. ഗുഡ് നൈറ്റ്.